നമസ്കാരം, ദിനേഷാണ്. ഫാം മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ തൃശ്ശൂർ ജില്ലയിലെ മാള അന്നമടയിലെ സിന്ധു ചേച്ചിയുടെ ഫാമിംഗുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തിരുന്നു. അല്ലെങ്കിൽ ആ ഫാമിൽ ഉണ്ടായിട്ടുള്ള ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള നാട്ടുകാരുടെ പരാതിயின் ഭാഗമായിട്ട് പഞ്ചായത്ത് കൊടുത്തുള്ള സ്റ്റോപ്പ് മെമ്മോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്തിരുന്നു. ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തൊരു ഘട്ടത്തിലാണ് ഫാം മലയാളം അവിടെ പോയി വീഡിയോ ചെയ്തതും അതിന്റെ ഭാഗമായി വിവിധങ്ങളായിട്ടുള്ള ആളുകൾ സിന്ധു ചേച്ചിക്ക് പിന്തുണയുമായി വന്നു എന്ന് സിന്ധു ചേച്ചി കഴിഞ്ഞ ദിവസം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ സിന്ധു ചേച്ചിയുടെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ സിന്ധു ചേച്ചിയുടെ ഏതാണ്ട് 5 കൊല്ലത്തെ ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ടുള്ള കൃഷി രീതികളെ കുറിച്ച് ആ പ്രശ്നം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് അത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് തന്നെ നമ്മൾ അതുകൂടി ഷൂട്ട് ചെയ്ത് വന്നിരുന്നു. അപ്പോ ഈ പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ പ്രശ്ന പരിഹാരത്തിലേക്ക് പോകുമെന്നൊരു വിശ്വാസം അല്ലെങ്കിൽ പ്രതീക്ഷയൊക്കെ വന്ന സാഹചര്യത്തിൽ സിന്ധു ചേച്ചി എങ്ങനെയാണ് 5 വർഷം കൊണ്ട് ഈ പറയുന്ന ഒരു പശുക്കുട്ടിയിൽ നിന്ന് ഏതാണ്ട് 20 പശുക്കളിലേക്ക് എത്തി നിൽക്കുന്ന വലിയൊരു തൊഴുത്തും ഒരു ഫാം എന്ന നിലയിലേക്ക് എത്തിപ്പെട്ടത് എന്ന് പറയുന്ന മറ്റ് കർഷകരിലേക്ക് ഈ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അറിവ് നൽകാൻ വേണ്ടി, പകർന്നു നൽകാൻ വേണ്ടി എങ്ങനെയാണ് എന്നുള്ളത് കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. വളരെ ചുരുക്കം ചില ക്ഷീര കർഷകർ മാത്രമാണ് ഈ മേഖല ലാഭമാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ലാഭമാണെന്ന് പറഞ്ഞിട്ടുള്ള വളരെ ചുരുക്കത്തിൽപ്പെട്ട ഒരാളായിട്ടാണ് നമ്മുടെ സിന്ധു ചേച്ചി മാറിയിട്ടുള്ളത്. സിന്ധു ചേച്ചി യാതൊരു തർക്കവുമില്ലാതെ, യാതൊരു ആശങ്കയുമില്ലാതെ ഈ മേഖല ലാഭമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ പറഞ്ഞത് കൊണ്ടായിരിക്കാം സിന്ധു ചേച്ചിക്ക് ഇപ്പൊ ഈ വിവിധങ്ങളായിട്ടുള്ള പരാതിയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഇന്ന് സിന്ധു ചേച്ചിയുടെ കൃഷി വിശേഷങ്ങളിലേക്ക്, കൃഷി രീതിയിലേക്കൊക്കെ തന്നെ പോവാം. ചേച്ചി, നമ്മൾ പശു വളർത്തൽ ആരംഭിച്ചിട്ട് എത്ര വർഷമായി? 5 വർഷം. 5 വർഷമായി. നമ്മള് തുടക്കത്തിൽ എത്ര പശുവിനെ വെച്ച് ആരംഭിച്ചേ? ഒരു പശുക്കുട്ടി. 6 മാസം. ഏത് കുട്ടിയായിരുന്നു? HF-ന്റെ ഒരു കുട്ടിയായിരുന്നു. എവിടെ വാങ്ങിച്ചേ? അത് നമ്മുടെ ഭർത്താവിന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് മേടിച്ചതാ. അവിടുന്ന് പണിക്ക് പോണ സമയത്ത് അവിടുന്ന് മേടിച്ചുകൊണ്ട് തന്ന കൊറോണ സമയം കഴിഞ്ഞതിന് ശേഷം. അന്ന് തൊഴുത്തൊന്നുമില്ല? അന്ന് തൊഴുത്തൊന്നുമില്ല. വീടിന്റെ മുറ്റത്തിട്ട് വളർത്തിയോ? വീടിന്റെ മുറ്റത്തല്ല. അപ്പൊ നമ്മൾ കൊണ്ടുവന്ന നിലയ്ക്ക് ആ കുട്ടീനെ ഒന്ന് നല്ലോണം വളർത്തണ്ടെന്ന് വെച്ച് ഇതിന്റെ ബാക്കിൽ ഒരു ചെറിയ തൊഴുത്ത് ആദ്യം പണിതു. പിന്നെ അതിനെ എങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കേട്ടിട്ട് വന്ന എങ്ങനെയാ? അപ്പൊ അതിനെ വളർത്തിക്കൊണ്ടിരിക്കില്ല. അപ്പൊ എന്തായാലും ഒരു പശുക്കുട്ടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു എണ്ണത്തിനും കൂടി ഇവിടെ അടുത്തുനിന്ന് 2.5 മാസത്തെ ഒരു പശുക്കുട്ടിനെ ഞാൻ പോയി മേടിച്ചിട്ട് വന്നു. കുഞ്ഞത് ആ പശുവാണ് അവിടെ നിക്കണത്. ആ പുള്ളി പശു, മൂന്നാമത് അതിപ്പോ ഇവിടെ വന്നിട്ട് 3ാമത്തെ ചെനയില് നിക്കാണ്. അതിനെ കൊണ്ടുവന്നു. അതിന് നമ്മള് വില പൈസ 12,500 രൂപ കൊടുത്തു നമ്മളന്ന്. എത്ര വയസ്സായിട്ടുള്ള കുട്ടീനെ? 2.5 മാസം എത്തിയിട്ടുള്ളൂ. 2.5 മാസം കുട്ടീനെ വാങ്ങാൻ 12,500 രൂപ വന്ന് കൊടുത്തു. ഓ ശരി ശരി. അതിനെ കൊണ്ടുവന്നിട്ട് വളർത്തി. അത് കഴിഞ്ഞോണ്ടിരിക്കില്ല ഞാൻ ഒരു പശുക്കുട്ടി കൂടി മേടിച്ചു. അപ്പൊ കുട്ടികളെ മേടിച്ചിരിക്കണല്ലേ അതേ വർഷം ഫസ്റ്റ് കുട്ടികൾ. അപ്പൊ ഇവര് രണ്ടുപേരും ഒരുവിധം അപ്പോഴേക്കും ഞാൻ ഫസ്റ്റ് മേടിച്ചതിനെ കുത്തിവെച്ചു. അത് ഞാൻ മേടിക്കുമ്പോ ഒരു 6 മാസം എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മള് നല്ലോണം നോക്കിയപ്പോ അതിനെ വേഗം കുത്തിവെക്കാൻ പറ്റി. ചെനയും പിടിച്ചു. അപ്പോഴാണ് ഈ കുട്ടിയും അതിന്റെ പിന്നാലെ തൊട്ട് താഴെ ഇതും വലുതായി വന്നു. പിന്നെ ഒരു കുട്ടീനെയും കൂടി കൊണ്ടുവന്നു. അതും ഒരു 6 മാസം എത്തിയിട്ടായിരുന്നു. അപ്പൊ അത് പിന്നെയാണ് ഞാൻ അപ്പോഴേക്കും ആ പശു പ്രസവിച്ച് കിട്ടി നമുക്ക്. അപ്പൊ ഒരു പശു കിട്ടി കഴിഞ്ഞപ്പോ ആ പശുവിനെ ഞാൻ കൊടുക്കാന്ന് വിചാരിച്ചു. ആദ്യം കൊടുക്കാന്ന് വിചാരിച്ചപ്പോഴാണ് നോക്കണേ, പശുവിന് ഒട്ടും വിലയില്ല. 16,500 രൂപ കൊടുത്ത് 6 മാസത്തെ കുട്ടീനെ കൊണ്ടുവന്നിട്ട് നമ്മൾ വിൽക്കാന്ന് പറഞ്ഞപ്പോ ആ പശുവിന് ചോദിച്ചു വില എത്രയാന്ന് അറിയാം? 48,000 രൂപ. 48,000 പ്രസവിച്ചു കഴിഞ്ഞപ്പോ? പ്രസവിച്ചു 3-4 കൊല്ലം മുമ്പായിരിക്കും. ആ കോവിഡ് കഴിഞ്ഞ സമയത്ത്? കോവിഡ് കഴിഞ്ഞ സമയത്ത് 48,000 രൂപ. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു എന്ന് വെച്ചാൽ ആ പശുവിനെ കൊടുക്കണ്ട. 48,000 രൂപയ്ക്ക് നമ്മൾ ഇത്രയും നാള് നോക്കി പശുവിനെ കൊടുക്കുന്നതിന് നമുക്ക് ഇവിടെ വീട്ടിൽ നിർത്തി എന്തായാലും ഒരു 8 ലിറ്റർ പാലുണ്ടല്ലോ, അത് ഞാൻ കൊണ്ടുപോയി മിൽമേൽ അളന്ന്. അപ്പോഴേക്കും നമ്മളിപ്പോ ഈ മേടിച്ച കുട്ടികൾ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഓരോന്നോരോന്ന് പ്രസവിച്ച് കിട്ടി. പിന്നെ ഞാൻ ഒരു കറവ പശു മേടിച്ചു. ശരിക്കും പ്രസവിച്ച് കറന്നുകൊണ്ടിരിക്കുന്ന ഒരു പശു മേടിച്ചു. അങ്ങനെ 4 പശുവായി. ഒറ്റ വർഷം കൊണ്ട് ഇതൊക്കെ ആയി. നമ്മൾ തുടങ്ങി ഒരു വർഷം കൊണ്ട് 4 പശുവിനെ നമ്മളായി. വർഷം അവസാനിക്കുമ്പോഴേക്കും 4 പശു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ 4 എണ്ണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ തൊഴുത്ത് പണിതു. അവിടെ ഒരു തൊഴുത്ത് പണിത്. ആ തൊഴുത്ത് പണിത് അത് നമുക്ക് തൊഴിലുറപ്പില് പ്രധാനമന്ത്രിയുടെ ഇത് കിട്ടിയതാണ് ആ തൊഴുത്ത്. ആ തൊഴുത്തില് 4 എണ്ണം കെട്ടി. അപ്പൊ പിന്നെ അതിൽ 5 പശുവിനാക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു കഷ്ണം കൂടി നീട്ടി. അങ്ങനെ 5 പശുവായി. അങ്ങനെയാണ് ആ തൊഴുത്ത് ആദ്യം വന്നേ. അപ്പൊ ഇപ്പുറത്തെ തൊഴുത്ത് വെറുതെ കിടക്കാണല്ലോ. ഈ കുഞ്ഞുങ്ങളെ ആദ്യം മേടിക്കാൻ ഒരു ചെറിയ തൊഴുത്ത് ഉണ്ടാക്കിയത്. ഞാൻ വീണ്ടും ഒരു 2 പശുവിനെ മേടിച്ചു. അവിടെയും കെട്ടി 2 പശു. പിറ്റത്തെ വർഷമായി 2 പശു മേടിച്ചു.
അതൊക്കെ നമ്മളന്ന് കടമാണ് കേട്ടോ. അതായത് നമ്മൾ ഈ കിട്ടിയെന്ന് കൂട്ടി നമുക്ക് നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന ഒരു വിശ്വാസത്തിൽ. അതായത് ഇപ്പൊ മിൽമേൽ പാലിന്റെ കാശ് കിട്ടുമ്പോ ഒരു നല്ല പശുവിനെ കാണുമ്പോ ഞങ്ങള് പറയും ഒരു 20,000 രൂപ തരണം അഡ്വാൻസ് തരും. അപ്പൊ നമ്മള് നമ്മുടെ ഉള്ളതും അതും കൂടി കൂട്ടി ഒരു പശുവിനെ കൂടി മേടിക്കും. അന്നൊന്നും ഇത്രയും വില ഉണ്ടായിരുന്നില്ല പശു. 65 രൂപ 60 രൂപയ്ക്കൊക്കെ നല്ല പശുവിനെ കിട്ടായിരുന്നു. അങ്ങനെ മേടിച്ചു. അങ്ങനെ 6 ആയി. പിന്നെ അതിനുശേഷം തൊഴുത്തുകൾ ഞാൻ ഓരോന്ന് എക്സ്ട്രാ ഉണ്ടാക്കി വന്നു. ആ തൊഴുത്തിന് താഴെ ഒരു തൊഴുത്തും കൂടി പണിതു. വീടിന്റെ തൊഴുത്തായി. ആ സൈഡിൽ തൊഴുത്തായി, ഈ സൈഡിൽ തൊഴുത്തായി, ഈ സൈഡിൽ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഒരു തൊഴുത്തുണ്ടാക്കി. എന്നിട്ട് അവിടെ ആദ്യം ഒരു പശുവിനുള്ളത് പീസ് ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഞാൻ ഒരു പശുവിനെ കെട്ടി. പിന്നെ ഒരു പശുവിനെ കൊണ്ടുവന്നപ്പോ വീണ്ടും അവിടെ കോൺക്രീറ്റ് ചെയ്തു, ഒരു പശുവിനെ കെട്ടി. അങ്ങനെ കെട്ടി അവിടെയും ഒരു 5 പശു ആക്കി. ഓ ശരി. അങ്ങനെ ഷെഡായി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പശുവിനെ കാണുമ്പോ പശുവിനോട് ഇഷ്ടമുള്ളത് കൊണ്ട് ഈ സൈഡാണ്ടാ, ആ സൈഡിൽ ഞാൻ കോൺക്രീറ്റ് ചെയ്ത് അവിടെയും പശുവിനെ കെട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പേരയുടെ വാങ്ങും. നല്ല പശുവിനെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ആ പശുവിനെ ഇഷ്ടമായി, ഞാൻ അതിനെ കൊണ്ടുവരും. പിന്നെ അവസാനം ഈ പേരയുടെ അടിയിൽ ടൈലടക്കി അതുമ്പോ കെട്ടി പശുവിനെ. അതായത് വീടിന് ചുറ്റും ഞാൻ പശുക്കളെ മേടിച്ച് കെട്ടി. അങ്ങനെ എത്രയായി? അങ്ങനെ 20 പശുവായി. 20 പശുവിലെത്തി. 20 വർഷം മുമ്പ്? 1 വർഷം മുമ്പോ? ഇപ്പൊ 20 പശു തേഞ്ഞത് കഴിഞ്ഞ വർഷമാണ്. കഴിഞ്ഞ വർഷം 4ാമത്തെ വർഷം 5ാമത്തെ വർഷം എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പശുവിന് മാറ്റലുണ്ടായിരുന്നു. അതായത് പാല് കുറയുന്നതിനനുസരിച്ച് ഞാൻ ഒരുവിധം ഇടക്കറവയായി കഴിഞ്ഞ് പശുവിനെ കൊടുക്കും. കൂടുതൽ പാലുള്ളതിനെ മേടിക്കും. എന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും വരുമാനം വേണ്ടേ. പിന്നെ നമ്മൾ ഇവന് ശമ്പളം കൊടുക്കണം, എല്ലാം കാര്യം കൂടി നമുക്ക് നടക്കണ്ടേ. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പാല് കുറഞ്ഞൊരു 6-7, അപ്പൊ നമുക്ക് മേടിച്ചതിൽ നിന്ന് വലിയ നഷ്ടവും വരില്ല. ഇടക്കറവ എന്ന് പറയുമ്പോ ഇത്രയും പാലുള്ള പശു എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയായാലും ഒരു 45 രൂപ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൊടുത്ത് നമ്മള് പശുവിനെ മാറ്റി നിന്നത് കൊണ്ട് ഇന്നേ വരെ നമുക്ക് പാലിനൊരു കുറവും വന്നിട്ടില്ല. 20ലേക്ക് എത്തി. പണിക്കാരനെ വെക്കുന്ന ഏത് വർഷത്തിലാ? പണിക്കാരനെ വെച്ചത് മോളെ ഞാൻ ഡിഗ്രിക്ക് ചേർത്ത്, +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേർത്തുന്ന ആ വർഷമാണ് ഞാൻ. പണിക്കാരനെ വെക്കുന്ന സമയത്ത് എത്ര പശു ഉണ്ടാവും? ആ പണിക്കാരനെ വെക്കുന്ന സമയത്ത് 9 പശു ഉണ്ട്. 9 പശുവിനായപ്പോൾ തന്നെ പണിക്കാരനായി. എന്താണെന്ന് വെച്ചാൽ എനിക്ക് മോളെ കൊണ്ട് കോളേജിൽ പോകാൻ പറ്റാണ്ടായി. അതായത് രാവിലെ തന്നെ എനിക്ക് മോളെ കൊണ്ട് കോളേജിലാക്കാൻ പോണം. പിന്നെ ഉച്ചയ്ക്ക് ഒരു 3 മണി ആവുമ്പോ വീണ്ടും പോണം. അപ്പൊ ഈ കറവയുടെ സമയത്തൊന്നും അതിനു മുമ്പേ ഇവൻ ഇവിടെ കറക്കാൻ വന്നിരുന്നു. എനിക്ക് കറക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കറവയ്ക്ക് ആളെ വെച്ചാണ് ഞാൻ ചെയ്തിരുന്നത്. പക്ഷെ പിന്നീട് ഇവൻ എന്നോട് പറഞ്ഞു എല്ലാം ഞാൻ ചെയ്തോളാം, എനിക്കൊരു 15 രൂപ വെച്ച് ചേച്ചി തന്നായി പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവനോട് നിർത്തിയത്. ഈ ഭായിനോട് നിർത്തി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇവന്റെ ഒരു ഇതാണ് കൂടുതലും. ചേച്ചി പശുവിനെ മേടിച്ചു. അങ്ങനെ നമുക്ക് നമ്മളോട് സപ്പോർട്ട് ചെയ്യാൻ ഒരാള് കൊണ്ടാണ് നമ്മൾ ഇത്രയും വരെ എത്തിയത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫാമിൽ പോയപ്പോ അവര് പറഞ്ഞിരുന്നു നല്ല പണിക്കാരനാണ് നല്ല ഫാമിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞു. സത്യമാണ്. അവന്റെയും കൂടി ഒരു പ്രയത്നമാണ് ഇത് നമ്മൾ ഇങ്ങനെ എത്തിക്കാൻ കാരണം. ഇപ്പൊ നമ്മുടെ പശുക്കളുടെ ഇനം ഏതൊക്കെയാ? ഇവിടെ ഉള്ളതൊക്കെ HF എനിക്ക് കുറവാണ്. ക്രോസ് ആണ്. ജേഴ്സി HF ക്രോസ് ആവുന്നു അല്ലെ? എനിക്ക് തോന്നുന്നു പശുക്കളൊക്കെ കാണുമ്പോ കുറച്ച് HF ക്രോസ് ഉണ്ട്, അല്ല ജേഴ്സി ക്രോസുകളുണ്ട്, ജേഴ്സി സുനന്ദിനി ക്രോസ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കണ്ടത് മുഴുവൻ HF ജേഴ്സി ക്രോസ് ആയിരിക്കും അല്ലെ? അപ്പൊ ഈ ജേഴ്സി HF ക്രോസിനെ സാധാരണ ആൾക്കാർ നല്ല അഭിപ്രായം പറയണം. നമ്മുടെ അഭിപ്രായത്തിൽ എങ്ങനെയാ? അതെ, നല്ല അഭിപ്രായം തന്നെ. എന്താ വെച്ചാൽ പാല് സാധാരണ എല്ലാവരും ജേഴ്സി പശുക്കൾക്ക് പാല് പെട്ടെന്ന് പോകുന്നു. പക്ഷെ ഇല്ല, ജേഴ്സി പശുക്കൾക്കൊക്കെ നല്ല നമ്മളുടെ തീറ്റയ്ക്ക് അനുസരിച്ച് ഇപ്പോഴും പാല് അതേ അളവ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ ജേഴ്സി HF ക്രോസ് ആയതുകൊണ്ടായിരിക്കാം. ജേഴ്സിയിൽ സുനന്ദിനി ആണെങ്കിൽ ഒരു പക്ഷെ അത്രത്തോളം വരില്ലായിരിക്കും, നീണ്ടു കിട്ടും തോന്നുന്നു. ഇതിപ്പോ നമ്മൾ പ്രസവിച്ചിട്ട് ഈ പശു ഒക്കെ പ്രസവിച്ചിട്ട് ഇപ്പൊ ഏകദേശം 6-7 മാസം. പക്ഷെ ഇപ്പോഴും നമുക്ക് 1 ലിറ്റർ പാലിന്റെ ഒരു വ്യത്യാസം വന്നിട്ടുള്ളൂ. ഇപ്പൊ ഈ പശു ചെനയാണ് 5 മാസം കഴിഞ്ഞ്, എന്നിട്ടും നമുക്ക് പാലിന് വലിയ കുറവ് വന്നിട്ടില്ല. ശരി. അപ്പൊ നമ്മൾ ഈ പശു പ്രസവിച്ച് കഴിഞ്ഞാൽ എത്ര മാസം വരെ നമ്മൾ കിടക്കും? ഒരു 7-7.5 മാസം. അതായത് പശു പ്രസവിച്ച് അടുത്ത് ചെനയായിട്ട് 7 മാസം വരെ ഏതാണ്ട് ഒരു 10 മാസം ആവും ടോട്ടൽ അല്ലേ? ഒരു പശു പ്രസവിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര മാസം കഴിഞ്ഞാൽ നമ്മൾ കുത്തിവെക്കുക? പിന്നെ 3ാമത്തെ പുളയ്ക്ക്, അതായത് ഒരു ഏകദേശം 45-ന്റെ അന്ന് അവർ പുള കാണിച്ച് 45 ദിവസം കഴിയുമ്പോൾ പുളയ്ക്കുന്നുണ്ട്. പുള കഴിഞ്ഞാലും ഒരു ആദ്യത്തെ 2 പുളയും വിട്ടിട്ട് 3ാമത്തെ പുളയില് ഞങ്ങൾ കുത്താറുള്ളൂ. 3ാമത്തെ പുള എന്ന് പറഞ്ഞാൽ 3 മാസം കഴിയും. 3 മാസം 15 ദിവസം കഴിഞ്ഞ് ഗ്യാപ്പില്ല. അപ്പൊ 2.5 മാസം 3 മാസത്തിന്റെ അടുക്കയില് നമ്മൾ കുത്തിക്കും. അപ്പൊ 7 മാസം കഴിഞ്ഞാൽ തന്നെ കറവ് പറ്റുകയാണോ? നമ്മൾ നിർത്താണ്. തീറ്റ കുറച്ച് ആദ്യം ഒരു നേരത്തെ കറവയാക്കും, പിന്നെ നിർത്തും പാല് പറ്റിട്ട്. ചേച്ചി, നമ്മള് എത്ര പ്രസവം വരെ ഒരു പശുവിനെ നിർത്താറുണ്ട്? 3 പ്രസവം. 3 കംപ്ലീറ്റ് ആയ 4ാമത്തെ പ്രസവത്തിൽ ഇപ്പൊ ചെന്നൈയിൽ നിൽക്കുന്നവരൊക്കെ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഇവർക്കൊന്നും വലിയ ആരോഗ്യ പ്രശ്നങ്ങളായിട്ടൊന്നും ഇല്ല.
നല്ല ഹെൽത്തി ആയ പശുക്കളാണ്. പക്ഷെ 3 വർഷം വരെ നിർത്താറുള്ളൂ പാലിന്റെ ഒരു ക്വാണ്ടിറ്റി ആക്കാൻ വേണ്ടിട്ട് അല്ലേ. നമുക്ക് ഇതിൽ ഏവറേജ് ഒരു പശുവിന് എത്ര ലിറ്റർ പാല് കിട്ടുന്നൊക്കെ നമ്മൾ കണക്കാക്കിയിട്ടുണ്ടോ? ഏത് ജേഴ്സി എച്ച് എഫ് ക്രോസിന്? ഇപ്പൊ എനിക്ക് എന്റെ അടുത്ത് നിൽക്കുന്ന എല്ലാ പശുക്കളും 10 ലിറ്റർ പാല് കിട്ടുന്ന, 10-ലും കൂടുതൽ കിട്ടുന്നവരെ പ്ലസ് ആണ്. ഏറ്റവും ടോപ്പ് എത്ര കിട്ടിയിട്ടുണ്ട്? അതായത് പ്രസവിച്ചൊരു മാസം കഴിയുമ്പോഴൊക്കെയാണല്ലോ ടോപ്പ് ലെവൽ വരിക. ഇപ്പൊ ഈ പശു നിക്കണതില് 4ാമത്തെ പശു, ആ വെള്ളയും കറുപ്പായിട്ട് നിൽക്കുന്നത് പശുവിന് 14-15 ലിറ്റർ പാല് രാവിലെ കിട്ടുന്നുണ്ട്. അതെ. അത് അല്ല, ഈ പ്രസവിച്ച ഒരു മാസം കഴിയുമ്പോ ടോപ്പ് പാലാണോ അത് പറയണേ? രാവിലെ. ഉച്ചയ്ക്കോ? ഉച്ചയ്ക്ക് ഒരു 8 കിട്ടുന്നുണ്ടല്ലേ. അപ്പൊ ഒരു 20 പ്ലസിൽ വരുന്നുണ്ട്. പശുക്കളെ കണ്ടു കഴിഞ്ഞാൽ സാധാരണ നമ്മള് ഫാമുകളിലൊക്കെ പോകുമ്പോ വലിയ പശുക്കളായിരിക്കും, HF-ന്റെ വലിയ പശുക്കളായിരിക്കും. അവരാണ് 20 പ്ലസ് ഒക്കെ കറക്കുന്ന ആൾക്കാർ. പക്ഷെ ഇത് ക്രോസ് ആണെങ്കിൽ പോലും നമുക്ക് വീട്ടിൽ വരുന്നുണ്ട്. ഇപ്പൊ ഇതിൽ 4ാമത് നിൽക്കുന്ന പശു, ആ വെള്ളേരെ അപ്പുറത്ത് നിൽക്കുന്ന പശു ചെറുത് പശു അല്ലേ, രാവിലെ 14 ലിറ്റർ പാൽ ഇറക്കുന്ന പശു. കണ്ട തോന്നില്ല. ചെറിയ പശുക്കളാണെങ്കിലും നമുക്ക് എനിക്ക് തോന്നുന്നു ഒന്ന് ബ്രീഡ്, ഈ ക്രോസ് ബ്രീഡ് ആയതുകൊണ്ടായിരിക്കാം ജേഴ്സി HF ആയിരിക്കും. രണ്ടാമത് നിങ്ങളുടെ തീറ്റ ആയിരിക്കും. എന്തൊക്കെ തീറ്റ കൊടുക്കണേ? തീറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ടില്ലേ, നമ്മള് സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല. സുപ്രീം ഫൈബർ, കേരള ഫീഡ്സിന്റെ സുപ്രീം, കേരള ഫീഡ്സിന്റെ KS-ന്റെ സുപ്രീം, പിന്നെ ഫൈബർ എന്ന് പറയുന്നത് ചോളത്തവിടിന്റെയും വേറൊരു പൊടി. അതല്ലേ കണ്ടിട്ട് ചോളത്തോട് പോലെ തോന്നില്ല. ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള തീറ്റയാണ്. എവിടെ കിട്ടണത്? അത് നമുക്കിപ്പോ നമ്മളിവിടെ അടുത്ത തീറ്റക്കടയിൽ നിന്ന് എടുക്കും. പിന്നെ ഇപ്പൊ കാലടിന്ന് കമ്പനിക്കാർ കൊണ്ടുവരുന്നുണ്ട്. അതെ, ഇത് ഈ 2 കൈത്തീറ്റായിട്ട് കൊടുക്കുന്നുള്ളൂ. പ്ലസ് പുല്ലുണ്ടോ? പുല്ലല്ല, നമ്മൾ പൈനാപ്പിൾ തന്നെ അരിഞ്ഞാണ് കൊടുക്കുന്നത്. പുല്ല് കൊടുത്തിരുന്നു കേട്ടോ. പുല്ല് ഇപ്പൊ നമുക്കിപ്പോ മഴ ആയതുകൊണ്ട് വെട്ടാൻ പറ്റാത്ത പ്രശ്നം. ഇപ്പൊ നമ്മൾ പൈനാപ്പിൾ തണ്ടാണ് അരിഞ്ഞു കൊടുക്കുന്നത്. പൈനാപ്പിളിന്റെ ഇത് എവിടെ കൊണ്ടുവരണ? പൈനാപ്പിൾ തണ്ട് ഇത് കാലടിന്ന്, അങ്കമാലി, മൂവാറ്റുപുഴ. അത് ഇവിടെ എത്തുമ്പോ എങ്ങനെ കെട്ടിനാണോ തൂക്കത്തിനാണോ? കെട്ടാണ്. നമ്മൾ കെട്ട് കണക്കിനാ മേടിക്കണെന്നുണ്ടെങ്കിൽ 50 രൂപ വെച്ച് വരും ഒരു കെട്ടിന്. 50 രൂപ. അല്ല, നമ്മളൊരു ലോഡ് ഇറക്കണെന്നുണ്ടെങ്കിൽ ഒരു 5000. അത് തൂക്കത്തിനനുസരിച്ച് ഇത്ര വെയിറ്റ് ഉണ്ട്, ആ വെയിറ്റിനനുസരിച്ച് നമുക്ക് ഒരു ബില്ല് തരും. അതിനനുസരിച്ച് നമ്മൾ പൈസ കൊടുക്കാം. ശരി. ഇപ്പൊ നമ്മളെ 20 ലിറ്റർ കറക്കുന്ന പശു, ക്രോസ് പശു, അല്ലെങ്കിൽ 15 പ്ലസ് കറക്കുന്ന പശുവിനൊക്കെ നമ്മൾ എത്ര പൈനാപ്പിൾ തണ്ട് കൊടുക്കണം? അത് തൂക്കാണ് എങ്ങനെ കൊടുക്കുക? അളവ് തൂക്കാണ് ഇതാ പോണത്. ഒരു കൊട്ട എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 5 കിലോ ഉണ്ടാവും. 5 കിലോ ഉണ്ടാവും. എല്ലാ പശുവിനും സെയിം അളവിലെ കൊടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ പാല് കൂടുതലുള്ളതിന് കൂടുതൽ അങ്ങനെയില്ല. ഇതാണ് അവിടുത്തെ കണക്ക്. അപ്പൊ ഒരു കൊട്ട എന്ന് പറഞ്ഞ ഒരു 5 കിലോ വൈകുന്നേരം കൊടുക്കും, 5 കിലോ രാവിലെ കൊടുക്കും. അപ്പൊ ഒരു ദിവസം 10 കിലോ പൈനാപ്പിൾ തണ്ട് കൊടുക്കും. പ്ലസ് ഈ മറ്റേ ഈ സുപ്രീമും അതുപോലെ തന്നെ ഈ ഫൈബർ കണ്ടന്റ് എത്ര കിലോ? അതായത് പാല് കൂടുതലുള്ള പശുക്കൾക്ക് ഞങ്ങൾ 6 കിലോ, അതായത് ഈ 15 ലിറ്റർ ഒക്കെ കറക്കുന്നവർക്ക് 6 കിലോ സുപ്രീം 5 പ്ലസ് കറക്കുന്നവർക്ക് 6 കിലോ കൊടുക്കും. 6 കിലോ സുപ്രീം കൊടുക്കും. 6 കിലോ എന്ന് വെച്ചാൽ നമ്മളൊരു കപ്പ്, ഒരു കിലോന്റെ ഒരു കപ്പാണ് അത്. 6 കിലോ കൊടുക്കും. 6 കപ്പ് കൊടുക്കും ഒരു നേരം. പിന്നെ ചോളത്തോട് ഫൈബർ ഒരു 2 കപ്പ് കൊടുക്കും. 2 കപ്പ് എന്ന് പറഞ്ഞാൽ 2 കിലോ വരും. 2 കിലോ വരും. 2 കിലോ എത്തും തോന്നുന്നു. ശരി. ഓക്കെ. പിന്നെ അവിടെ അങ്ങോട്ട് ഉള്ളവർക്ക് 10 കിട്ടുന്നവർക്കൊക്കെ 4 കപ്പ്. അതെ, 4 കപ്പ് തീറ്റ കൊടുക്കും. ശരി. പിന്നെ ഇവിടെ മറ്റൊരു ഇത് കണ്ടതേ, നമ്മള് സാധാരണ ഫാമുകളിൽ 10 പശുവിന് കൂടുതലൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു മെഷീൻ വെച്ചിട്ട് കറക്കാറ്. നമ്മളിവിടെ കൈക്കറവെന്ന് പറഞ്ഞു, ഞാൻ വന്നപ്പോഴേക്കും കറവ് കഴിഞ്ഞു. എന്നാൽ പോലും എന്തുകൊണ്ടാണ് ഇത്രയും പശുവിനൊക്കെ കറന്നു കഴിയണല്ലോ? എത്ര കറവുള്ള എത്ര പശുണ്ട് നമുക്ക്? ഇപ്പൊ ഇതെല്ലാം കറക്കണതാ. 16 കറക്കണതാണ്. ഈ 16 പശുവിനെ കറക്കാൻ തന്നെ ഒരു സമയമാണല്ലോ കൈക്കറവയാകുമ്പോ. അപ്പൊ പണിക്കാരനാണെങ്കിൽ പോലും എന്താണ് കൈക്കറവ് മതി തീരുമാനിക്കണേ? അവന് നമ്മള് മെഷീൻ മേടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോലും അവൻ പറയുന്നത് മെഷീൻ കറവ് വേണ്ട, മെഷീൻ വെച്ച് കറന്നാലും പിന്നെയും കൈ കൊണ്ട് നമ്മള് സാധാരണ ഫാമുകളിൽ അങ്ങനെ ചെയ്യാറൊന്നുമില്ല. ഇവന്റെ അഭിപ്രായത്തിൽ കൈക്കറവ ഏറ്റവും നല്ലത് അവൻ പറയുന്നത്. പശുക്കൾക്ക് അസുഖങ്ങൾ, ആരോഗ്യം ഉണ്ടാവും. കൈക്കറവയാണ് നല്ലത്. അകിടുവീക്കത്തിന് കുറച്ചുകൂടി അകിടുവീക്കം ഇല്ലാതിരിക്കാൻ കൈക്കറവ നല്ലത് അല്ലെ? മുഴുവൻ പാലും പിഴിഞ്ഞെടുക്കില്ല അവര്. അകിടുവീക്കം നമ്മുടെ ഫാമിലി വരാറുണ്ട്. എന്നാ അങ്ങനെ എന്നുമില്ല. ഇപ്പൊ പ്രസവിച്ച പശു, ഒരു പശുവിന് കുട്ടി ചത്തുപോയി, അപ്പൊ ആ പശുവിന് ആ കുട്ടി അങ്ങനെ പ്രസവിച്ച പശു തന്നെയല്ലേ അങ്ങനെ. എന്നാലും എന്നുമില്ല. പക്ഷെ അവിടെ ആയിരുന്നപ്പോ എനിക്ക് പശുക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് അകിടുവീക്കം വരായിരുന്നു. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്ഥലപരിമിതി ഉണ്ട്. പിന്നെ ഹൈജീനിക് ആയില്ല, ഇത്രയും നമുക്ക് വൃത്തിയായി ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അകിടുവീക്കം വരാറുണ്ട്. ഇപ്പില്ല, അകിടുവീക്കം നമുക്ക് ഇല്ല. ശരി. പിന്നെ ഈ ഇപ്പൊ പുതിയ തൊഴുത്ത് പണിതിട്ട് എത്രയായി?
ഇത് ഇപ്പൊ പണിതിട്ട് ജൂൺ 10-ാം തീയതിയാണ് നമ്മളിവിടെ ഇതിലേക്ക് മാറ്റിയിട്ടുള്ളൂ. ഓക്കെ. ഇതിന്റെ നിർമ്മാണ രീതി കുറച്ച് വ്യത്യസ്തമായി തോന്നുന്നു. ഭയങ്കര ഹൈറ്റ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ നിർമ്മാണ രീതി നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്തത്? നമ്മൾ ഇങ്ങനെ ചിന്തിക്കാൻ, ഇങ്ങനെ ഒരു ഷെഡ് പണിയണം ചിന്തിക്കാൻ കാരണം നമ്മൾ വേറെ ഇതിൽ കണ്ടിട്ടാണോ? ഇല്ല, വേറെ ഒന്നും കണ്ടിട്ടില്ല. ഇത് നമുക്ക് ചെയ്യാൻ കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആള് റിട്ടയർഡ് ആയി സാറ്, ഹരീഷ് ബാബു സാറുണ്ട്. സാറ് ഒരുപാട് ഫാമുകളിൽ പശുക്കൾക്ക് കുത്തിവെക്കാനും ഒക്കെ പോണതാണല്ലോ. അപ്പൊ സാറ് എല്ലാവരും ഞാൻ എന്നോട് എപ്പോഴും പറയും ഒരു ഫാം പണിയണം, നല്ല ഫാം പണിയണം. അപ്പൊ ആളുടെ ഐഡിയയിലാണ് ഇതൊക്കെ വന്നേക്കുന്നത് ഇവിടെ. ഓ ശരി ശരി. ആളാണ് ഓരോ ഐഡിയ നമുക്ക് പറഞ്ഞു തന്നിക്കുന്നത്, ഇന്നതുപോലെ ചെയ്യണം എന്നുള്ളത്. അതായത് ഇപ്പൊ ഇവിടെ വെള്ളം കുടിക്കാൻ വെച്ചിരിക്കണ സംഭവം പോലും സാറാണ് നമുക്ക് ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ആൾക്ക് പല ഫാമുകളിലും പോയിട്ട് ഒരു പരിചയം ഉണ്ടല്ലോ. അപ്പൊ സാറിന് നിർബന്ധമായിരുന്നു ഇത്രയും ഹൈറ്റിൽ തന്നെ ചെയ്യണമെന്ന്. അതായത് ചൂട് വരുമ്പോ പശുക്കൾക്ക് അത് ഏൽക്കാതിരിക്കാൻ വേണ്ടിട്ട്. ഇതിപ്പോ എത്ര ഹൈറ്റ് ഉണ്ടാവും? എത്ര ഹൈറ്റ്? 16 മീറ്റർ ആണ്. നീളവും വീതിയും ഒന്ന് പറഞ്ഞുതരോ? ഇത് നീളം 10 മീറ്റർ, വീതി 10 മീറ്ററിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നീളം 10, വീതി 10, ഹൈറ്റ് 16 മീറ്റർ. ഒരു രണ്ട് സൈഡും. ടോപ്പ് പിന്നെ ഹൈറ്റ് കൂടുതലോ? ഹൈറ്റ് കൂടുതലുണ്ട്. ഓക്കെ. അപ്പൊ ഇതിലിപ്പോ എത്ര പശുവിനെ നമുക്ക് പരമാവധി നിർത്താൻ പറ്റും? പരമാവധി നമുക്ക് നിർത്തായിരുന്നുണ്ടെങ്കിൽ ഒരു 20 പശു വരെ നിർത്തായിരുന്നു. സാറിന്റെ അഭിപ്രായത്തിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പശുവിനെ കിടക്കുന്നു അത്യാവശ്യം സ്പേസ് വേണം. അപ്പോഴാണ് അവർക്ക് ഒരു കംഫർട്ട് കിട്ടി ശരിക്കും കിടക്കാൻ അങ്ങനെ ആക്കി. എത്ര രൂപ ചെലവ് വന്നിട്ടുണ്ടാവും നമുക്ക് ഈ ഷെഡ്? 10 ലക്ഷം രൂപയായി. അതായത് ഇതിന്റെ മേൽക്കൂര അടിച്ചപ്പോ തന്നെ, മേൽക്കൂരയ്ക്ക് സാധനങ്ങൾ അടിച്ചപ്പോ തന്നെ 2.5 ലക്ഷം രൂപയായി. കാരണം ചൂടിറങ്ങാത്തൊരു ഷീറ്റോ അങ്ങനെ കൂളിംഗ് ഷീറ്റ് അടിച്ചിട്ടുണ്ട്. കൂളിംഗ് ഷീറ്റ് അടിച്ചിട്ടുണ്ട്. കൂളിംഗ് ഷീറ്റ് അതിന് എത്ര രൂപ ഉണ്ടാവും? ഇത് ഒരു സ്ക്വയർ ഫീറ്റ് 36 രൂപ വെച്ചാ. സ്ക്വയർ ഫീറ്റിന് അതിന്റെ അടിയിലുള്ള ഷീറ്റ് അല്ലേ? അതൊക്കെ എവിടെ നിന്ന് മേടിച്ചേ? ഇത് നമുക്കിത് ഇവിടെ ഒരു കടയുണ്ട് അന്നമന്റയില്. ഇവിടെ തന്നെയുണ്ട്. അത് ആ ആള് എനിക്ക് വരുത്തിച്ച് തന്ന എറണാകുളത്ത് കമ്പനിയിൽ നിന്ന് വരുത്തിച്ചു. അത് നമുക്ക് പൈസ ഒന്നും കൊടുത്തിട്ടല്ല കേട്ടോ, ഇപ്പോഴും പൈസ കൊടുത്തിട്ടില്ല. 2 ലക്ഷം രൂപ ഇപ്പോഴും ഞാൻ ആൾക്ക് കൊടുക്കണം. കടമാണ്. അതായത് ഓരോന്നിനും ഞാൻ വിളിച്ചു പറയുമ്പോ, ഓരോന്നല്ല മനുഷ്യരുടെ കാര്യം, അതായത് വിളിച്ചു പറയുമ്പോ അപ്പൊ തന്നെ ആള് വണ്ടി കയറ്റി വിടും നമുക്ക്. അവിടെയും ഉണ്ടാക്കിയത് അങ്ങനെ തന്നെയാണ്. ഷീറ്റ് അടിച്ചത് അവർക്ക് അഴിച്ചതാണ്. അവിടെയും ഉണ്ടാക്കിയത് അങ്ങനെ തന്നെയാണ്. ആളുടെ അടുത്ത് വിളിച്ചു പറയും, ആള് കൊടുത്തേക്കും. ഇപ്പോഴും ഞാൻ 2 ലക്ഷം രൂപ ബാധ്യതയിൽ നിൽക്കണേ ഇത് അടിച്ച വകയില്. ശരി. ഇപ്പൊ പശുക്കളുടെ കുട്ടികളെ നമ്മൾ കാണാനില്ല. പശുക്കുട്ടികളെ എത്ര മാസം കഴിയുമ്പോൾ കൊടുക്കും? പശുക്കുട്ടികളെ ഞാൻ വളർത്താറില്ല. പശുവായാലും മൂരിയായാലും വളർത്തില്ല? ആരും വളർത്താറില്ല. എന്താന്ന് വെച്ചാൽ വളർത്തും, ഇന്ന് ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് വളർത്തും. പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ അതിനെ കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ഥലപരിമിതി ഉണ്ട്. സ്ഥലം ഇപ്പൊ പുതിയ തൊഴുത്താണെങ്കിൽ പോലും നമുക്ക് പോരാ. പശു കുട്ടികളെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എന്തായാലും ഇവിടെ ഒരു സ്റ്റാൻഡ് പോലെ അടിക്കാൻ വേണ്ടി നിർത്തിയേക്കായിരുന്നു. ഈ സൈഡില് കമ്പ്യൂട്ടർ. അപ്പൊ കുട്ടികളെ മോളി കയറ്റി കെട്ടാലോ. അപ്പൊ വെള്ളം നനയില്ല, അല്ലെങ്കിൽ പഴുപ്പൊക്കെ വരും, ഒറ്റയ്ക്ക് ഇൻഫെക്ഷൻ വരും. അപ്പൊ അതൊക്കെ ചെയ്യണമെന്ന് വെച്ചിരിക്കുന്ന നേരത്താണ് എനിക്ക് ഫാമില് പ്രശ്നങ്ങൾ വന്നത്. പല ഫാമുകളിലും കണ്ടിരിക്കുന്നതേ പശുവിനെ പ്രസവിച്ച വഴി തന്നെ കുട്ടികളെ മാറ്റി വരും. അതിപ്പോ നമ്മുടെ വീഡിയോയിൽ തന്നെ ഭയങ്കര വിമർശനമൊക്കെ വന്നിട്ടുള്ളതാണ്. അങ്ങനെ മനസാക്ഷി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ചെയ്ത പല വീഡിയോകളിലും ചെയ്തിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഉണ്ടോ? എങ്ങനെയാണ് ഇവിടെ ചെയ്യാം? നമ്മളൊരു 3 മാസം വരെ എന്തായാലും നിർത്തും. കുടിപ്പിച്ചെന്നെ കറക്കുള്ളൂ? കുടിപ്പിച്ചെന്നെ കറക്കും. അതെ, പശു കണ്ട പശുവിന്റെ കുട്ടീനെ കൊടുത്തതാണ്. അപ്പൊ ആ പശു നമുക്ക് പലരാണ് നിക്കാണ്. അങ്ങനെ അതാണ് അകിട് ഇങ്ങനെ വീങ്ങി നിക്കണേ. അതായത് 3 മാസം കഴിഞ്ഞു ആ പശുക്കുട്ടീനെ. 3 മാസം കഴിഞ്ഞിട്ട് കൊടുത്താലും വെച്ചു പശുവിനെ അതൊന്ന് ശീലായി വരേണ്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കുടിക്കും, അഴിച്ചിടും. ഞങ്ങളുടെ കുട്ടികൾ എന്ന് പറഞ്ഞ ഒരു പശുവിന്റെ, അവന്റെ അമ്മ പശുവിന്റെ പാല് മാത്രമല്ല കുടിക്കുക, എല്ലാ പശുക്കളുടെ പാലും കുടിക്കും. പരസ്പര സഹകരണ സംഘമാണ്. അതന്നെ, എല്ലാ പശുവിന്റെ പാലും കുടിക്കും. നാട്ടിന്ന് എല്ലാവരും നിന്ന് കൊടുക്കും, എല്ലാവരും പാലും കുടിക്കും. ശരി. പശുക്കുട്ടികളൊക്കെ നമ്മൾ കൊടുക്കുമ്പോ എത്ര രൂപയായിട്ട് കൊടുക്കുക? പശുക്കുട്ടികളെ ഞാൻ ഇന്നേ വരെ ഒരാൾക്ക് പോലും വില പറഞ്ഞു കൊടുത്തിട്ടില്ല. 2000, 1000. എത്ര മാസമായ കുട്ടികളെ? 3 മാസം, 2 മാസം, 2.5 മാസത്തിവരെയാണ് ഞാൻ ഈ കൊടുക്കുന്നത്. പക്ഷെ അത് ചന്തയിൽ പോയി നോക്കി കഴിഞ്ഞാലേ ചന്തയില് ഏതാണ്ട് 2 മാസം പ്രായമായിട്ടുള്ള കുട്ടികൾ വരും. ഇപ്പൊ 10,000-ന് മുകളിലെ വില. ഞാനിവിടെ അടുത്തൊരു സ്ഥലത്ത് പോയി പശുക്കുട്ടികളെ കണ്ടു. അവരെന്നോട് എടുത്ത വശം 10,000 രൂപ പറഞ്ഞേ. ഞാൻ കൊടുത്ത അപ്പൊ ഞാനിവിടെ വന്ന് പറഞ്ഞു, ഞാൻ കൊടുക്കണ പശുക്കുട്ടികൾ 2000 മൂവായിരത്തിന് ഈ പശുക്കുട്ടികളെ കൊടുക്കുന്നത്. സത്യം. ഞാനത് ചേച്ചിയപ്പോ വില കേട്ടപ്പോ ഞെട്ടിപ്പോവാണ്. കാരണം ഇപ്പൊ നമ്മൾ ഏത് ചന്തയിൽ പോയാലും ഈ ഫാമുകളിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാവും. ഒക്കെ 2 മാസം ഏതാണ്ട് ഈ പ്രായമുള്ള കുട്ടികൾ ഒക്കെ 2 മാസം 3 മാസം പ്രായമുള്ള, 1 മാസം കഴിഞ്ഞാൽ തന്നെ കൊടുക്കുന്ന ഫാമുകളുണ്ട് കേട്ടോ. അതുണ്ട്. 1 മാസം കഴിഞ്ഞാൽ തന്നെ കൊടുക്കുന്ന ഫാമുകളുണ്ട്. മൂരിക്കുട്ടികളാണ് പ്രത്യേകിച്ച്. പശുക്കുട്ടികളെ ചേച്ചിയും കൊടുക്കണ്ടാവുള്ളൂ, വേറെ ആരും അങ്ങനെ വളർത്താൻ വേണ്ടി കൊടുക്കുന്ന കേട്ടോ. അതല്ലേ, അവര് ഞങ്ങൾ അടുത്തുള്ള വീട്ടുകാർക്ക് കൊടുക്കണം. അടുത്തുള്ള വീടുകൾ എന്നെയൊക്കെ കൊണ്ടുപോയി.
1000-2000 കുട്ടികളെ കൊടുക്കൂലേ? ഒക്കെ കൊടുക്കും. 1000-2000 എനിക്ക് തോന്നുന്നു 5000 കൂടുതൽ ഞാനൊരു പശുക്കുട്ടീനെ കൊടുത്തിട്ടില്ല ഇതുവരെ. അതായത് ഒരുവിധം വലിയ കുട്ടികളെ, അത് ഞാൻ ആശിച്ച് മോഹിച്ച് നിർത്തിക്കുന്ന കുട്ടികളായിരിക്കും. ആരെങ്കിലും വന്നിങ്ങനെ ചോദിക്കുമ്പോ ഞാൻ പറയും കൊണ്ടുപോകും. പാലിന്റെ വിപണനം എങ്ങനെയാ നമ്മള്? പാല് ഞാൻ ഭൂരിഭാഗം പാലും മിൽമേല കൊടുക്കണം. മിൽമ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷീരസംഘത്തിൽ കൊടുക്കും. ഒരു രാവിലെ ഒരു 25 ലിറ്റർ പാല് ഞാൻ ലോക്കൽ കൊണ്ടുപോകും. 250 ലിറ്റർ രാവിലെ ഉണ്ടോ? രാവിലെ ഒരു 165, 150, 150 ലിറ്ററോളം മിൽമേ കൊടുക്കും. ഒരു 25 ലിറ്റർ പാല് ഞാൻ ലോക്കൽ കൊടുക്കും. ഉച്ചയ്ക്ക് ശേഷം ഒരു 90-95 ലിറ്റർ മിൽമേ പോകും. ഇവിടെ ഇല്ല, പുറത്തില്ല, ലോക്കൽ സെയിലില്ല? ഇല്ല. രാവിലെ ഉള്ളൂ ലോക്കൽ സെയിൽ? രാവിലെ മാത്രമേ ഉള്ളൂ. ഓ ശരി. നമുക്ക് എത്ര രൂപ വെച്ച് നമ്മൾ പാലിന് കിട്ടുന്നുണ്ട് ലിറ്ററിന്? 46 രൂപ, 46-80. കൂടുതൽ ഇതേവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അതല്ലേ, അതാണ് നമ്മുടെ ടോപ്പ്. ശേഷമാണോ രാവിലെയാണോ? രാവിലെ ഉച്ചയ്ക്ക് ഏകദേശം സെയിം. അതല്ലേ, വലിയ വ്യത്യാസമൊന്നുമില്ല. ചിലപ്പോൾ 10-40 പൈസയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ലോക്കൽ സെയിൽ നമ്മൾ എത്രയായിട്ട് കൊടുക്കണേ? ലോക്കൽ സെയിൽ 64 രൂപയ്ക്ക് തന്നെ. 64 വലിയ വിലയൊന്നുമല്ല. നമ്മുടെ അവിടെ 68-70 രൂപയ്ക്ക്. ഇവിടെ തന്നെ 70 രൂപയ്ക്ക് കൊടുക്കുന്നവരുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളും ഭൂരിഭാഗം മിൽമേൽ അളക്കുന്നവരാ. അതെ. അപ്പൊ പിന്നെ നമ്മൾ ആ പൈസ തന്നെ കിട്ടും, നമുക്ക് ലാഭമാണ്. 64 രൂപ എന്ന് പറയുമ്പോ 48 രൂപ, 46 രൂപേനെ അപേക്ഷിച്ച് നോക്കുമ്പോ 64 രൂപ ലാഭമാണ്. അപ്പൊ എല്ലാവർക്കും ഞാൻ 64 രൂപയ്ക്ക് തന്നെ കൊടുക്കുന്നത്.